ഹൃദയം വിങ്ങിയാണ് പ്രധാനമന്ത്രി വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ നിന്ന് മടങ്ങിയതെന്നും ദുരിതബാധിതർക്കായി സാധ്യമായ എല്ലാ സഹായവും ചെയ്യുമെന്ന് ഉറപ്പു നൽകിയതായും കേന്ദ്രമന്ത്രിയും ബിജെപി നേതാവുമായ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞത് കേൾക്കുമ്പോൾ പലരും മൂക്കത്ത് വിരൽ വെക്കും. കാര്യം മറ്റൊന്നുമല്ല, സംഭവം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞാണ് നടൻ ഇവിടം സന്ദർശിക്കാനെത്തിയത് തന്നെ. വലിയ ദുരന്തമല്ല എന്ന രീതിയിലായിരുന്നു താരത്തിന്റെ പ്രതികരണം. മാധ്യമങ്ങളോട് വരെ തട്ടിക്കയറുന്ന കാഴ്ചയും നാം കണ്ടതാണ്. ആ നേതാവാണിപ്പോൾ മോദിയുടെ പേരും പറഞ്ഞ് ആശ്വസിപ്പിക്കാനെത്തുന്നത്. ഇതാണ് പലരിലും ആശ്ചര്യമുണ്ടാക്കിയത്. ദുരന്തം ബാധിച്ചവർക്ക് ഒപ്പം നിൽക്കുകയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. നൂറുകണക്കിന് ആളുകളുടെ സ്വപ്നങ്ങളാണ് തകർന്നതെന്നും കളക്ട്രേറ്റിൽ നടന്ന അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി പറയുകയുണ്ടായി. കേന്ദ്രത്തിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ദുരിതബാധിതരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും അതിനായി സർക്കാരുകൾ ഒരുമിച്ച് നിൽക്കണമെന്നും പ്രധാനമന്ത്രി യോഗത്തിൽ ആവശ്യപ്പെട്ടു. ദുരിതബാധിതരുടെ ഭാവി സംരക്ഷിക്കണമെന്നും അവർ ഒറ്റയ്ക്കല്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി. താൻ പല ദുരന്തങ്ങളും നേരിൽ കണ്ടതാണെന്നും അതിനാൽ വിഷമം മനസ്സിലാവുമെന്നും പറഞ്ഞ പ്രധാനമന്ത്രി പണം തടസ്സമാവില്ലെന്നും എടുത്തു പറഞ്ഞു. അതിനിടെ വയനാട് ദുരന്തത്തിൽ സംഭവിച്ച നാശനഷ്ടങ്ങളുടെ വിശദമായ മെമ്മോറാണ്ടം സമർപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എത്ര വീടുകൾ തകർന്നു, എത്ര നാശനഷ്ടമുണ്ടായി, ഏത് രീതിയിൽ പുനരധിവാസം നടത്താൻ ഉദ്ദേശിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ അടങ്ങിയ മെമ്മോറാണ്ടം സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കണ്ണൂർ വിമാനത്താവളത്തിൽ വിമാനമിറങ്ങിയ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഹെലികോപ്റ്ററിലാണ് വയനാട്ടിലെ ദുരന്ത ഭൂമിയിലേക്ക് വന്നത്. മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ ആകാശ നിരീക്ഷണം നടത്തിയ ശേഷം അദ്ദേഹം കൽപ്പറ്റ SKMJ ഹൈസ്കൂൾ മൈതാനത്ത് ഇറങ്ങുകയായിരുന്നു. ഇവിടെ നിന്ന് വാഹനത്തിൽ ചൂരൽമലയിലെ ബെയിലി പാലത്തിലെത്തി സൈനികരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. വയനാട് ജില്ലാ കളക്ടർ മേഘശ്രീ അടക്കമുള്ളവരും പ്രധാനമന്ത്രിയോട് ദുരന്തത്തിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. പോലീസിന്റെ സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് NDRF സംഘങ്ങളുമായിട്ടാണ് മോദി സംസാരിച്ചത്. 50 മിനിറ്റോളം പ്രധാനമന്ത്രി ചൂരൽമലയിൽ ചിലവിടുകയും ചെയ്തു. ഓരോ ഭാഗത്തും എത്തി എന്താണ് നടന്നതെന്ന് മോദി ചോദിച്ചറിഞ്ഞിരുന്നു. എവിടെയാണ് പ്രഭവ കേന്ദ്രം, എവിടെ നിന്നാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്നിവയെല്ലാം അദ്ദേഹം ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. 15 മിനിറ്റ് ചൂരൽമലയിൽ ചിലവിടാമെന്നായിരുന്നു നേരത്തെയുള്ള സമയക്രമത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ അതിൽ കൂടുതലാണ് മോദി ദുരന്ത ഭൂമിയിൽ ചിലവിട്ടിരിക്കുന്നത്. മേപ്പാടിയിലെ സെന്റ് ജോസഫ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പും മോദി സന്ദർശിച്ചു. ഇവിടെ 9 പേരെ മോദി കണ്ടു. ദുരന്തത്തിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട 2 വിദ്യാർത്ഥികളടക്കം ഇവിടെയുണ്ട്. വിംസ് ആശുപത്രിയും അതിനുശേഷം സന്ദർശിക്കുകയുണ്ടായി. ദുരന്ത മേഖലയിലേക്ക് പ്രധാനമന്ത്രി എത്തിയത് വലിയ പ്രതീക്ഷയോടെയാണ് കേരളം നോക്കിക്കാണുന്നത്. ദേശീയ ദുരന്തമായി വയനാട് ഉരുൾപൊട്ടലിനെ പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഒരു ഭാഗത്ത് ശക്തമാണ്. അതിനിടയിൽ 2000 കോടി രൂപയുടെ അടിയന്തര പാക്കേജ് വേണമെന്നാണ് കേരളം കേന്ദ്രത്തോട് ഉയർത്തുന്ന ആവശ്യം. ഇതുൾപ്പെടെ പ്രധാനമന്ത്രി പരിഗണിക്കുമോ എന്നാണ് ഇനി കണ്ടറിയാനുള്ളത്. അതേസമയം വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഇന്നും തുടരുകയാണ്. മുണ്ടക്കൈ, ചൂരൽമല ഉൾപ്പെടെയുള്ള 6 സോണുകളിലായിരിക്കും പ്രധാനമായും ഇന്നത്തെ തിരച്ചിൽ. ജനകീയ തിരച്ചിലാണ് നടക്കുന്നത്. പ്രാദേശിക ജനപ്രതിനിധികൾ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ തിരച്ചിലിന്റെ ഭാഗമാകും. രാവിലെ 9 മണിക്കകം രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ തിരച്ചിൽ മേഖലയിലേക്ക് പ്രവേശനം അനുവദിക്കുന്നുള്ളൂ. പുഴയുടെ ഭാഗങ്ങളിലും ഇന്ന് പ്രത്യേക തിരച്ചിലുണ്ടാകും. ദുരന്തത്തിൽപ്പെട്ട 126 പേരെ ഇനി കണ്ടെത്താനുണ്ട്. നിലവിൽ 14 ക്യാമ്പുകളിലായി 1184 പേരാണ് കഴിയുന്നത്.